ഹേയ്, ഒരു കാര്യം പറയട്ടെ. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഉള്ള ഒരു പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊരു 20% കമന്റ്സുകളും ആ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പോസിറ്റീവ് കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കമന്റ്സുകളായിരിക്കും. ബാക്കിയുള്ള ഒരു 80% കമന്റ്സുകളും എന്തെങ്കിലും ഇമോജീസ് ആയിരിക്കും, ഒന്നെങ്കിൽ ഹേർട്ട് അല്ലെങ്കിൽ തമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. നേരെ മറിച്ച് നെഗറ്റീവ് കമന്റ്സ് കൂടുതലുള്ള ഒരു പോസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലൊരു 80% കമന്റ്സുകളും നന്നായിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വർണ്ണിച്ചിട്ടുള്ള കമന്റ്സുകളായിരിക്കും. ബാക്കി ഒരു 20% കമന്റ്സുകൾ മാത്രമേ എന്തെങ്കിലും ഇമോജീസ് കാണത്തുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടും കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും കുറ്റങ്ങൾ പറയാനായിട്ടും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. നേരെ മറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. അതാണ് സത്യമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമുക്കും അപ്രീസിയേഷൻ പലയിടങ്ങളിൽ നിന്ന് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? നമ്മളെല്ലാവരും പ്രാധാന്യമുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളെല്ലാവരും മറ്റൊരാളിൽ നിന്ന് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യാൻ മറക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് കിട്ടാനുള്ള അപ്രീസിയേഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മറ്റൊരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അവർ നന്നാകാൻ പോകുന്നില്ല. നേരെ മറിച്ച് അവരുടെ ഈഗോയാണ് നമ്മൾ ഹേർട്ട് ചെയ്യുന്നത്. അവര് ഒരു പക്ഷെ തെറ്റോ ശരി അങ്ങനൊന്നും പറയാനൊക്കത്തില്ല, അതൊക്കെ ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. എങ്കിൽ പോലും നമുക്ക് അത് കണ്ടിട്ട് തെറ്റായിട്ട് തോന്നുന്നൊരു കാര്യമായിരിക്കും അവർ ചെയ്തൊരു പ്രവൃത്തി. അത് അവരതിനെ ന്യായീകരിക്കാനേ ശ്രമിക്കത്തുള്ളൂ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നതിനനുസരിച്ച്. നമുക്ക് ഈ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഭയങ്കരമായിട്ട് വരുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടല്ലേ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയാണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും തോന്നുന്നത്. അതൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഇരിക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി.